ചേട്ടന് ഞാൻ ഒരു കുഴിമന്തിക്കട തുടങ്ങാൻ പോണ ആരും അറിയാലോ. ബാങ്കിൽ ചെന്നപ്പോൾ അവർ ലോൺ തരൂലെന്ന് പറഞ്ഞു. എന്റെ സുനില സിബില എന്തോ ഒരു സംഭവമൊക്കെ ഡീഫോൾട്ടാണ്, പൊക്കോളാൻ പറഞ്ഞു. എടാ അത് സിബിൽ സ്കോർ. നീ വല്ല ലോൺ പേയ്മെന്റോ ക്രെഡിറ്റ് കാർഡ് പേയ്മെന്റോ വല്ലോ മിസ് ചെയ്തായിരുന്നോ? അങ്ങനെയാണ് നിന്റെ കാർഡ് ലിമിറ്റ് എത്രയാണ്? നീ എത്രത്തോളം ഉപയോഗിക്കാറുണ്ട്? 1,00,000 രൂപയാണ് ലിമിറ്റ്. അത് ഞാൻ എല്ലാ മാസവും മുഴുവൻ ഉപയോഗിക്കാറുണ്ട്. എടാ ഈ സിബിൽ സ്കോർ അഫക്റ്റഡ് ആവണോ അതുകൊണ്ടാണ്. ഒരു ക്രെഡിറ്റ് കാർഡ് ലിമിറ്റിന്റെ ഒരു 30 to 40% മാത്രമേ നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. അതിൽ കൂടുതൽ നീ തുടർച്ചയായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് നിന്റെ സിബിൽ സ്കോറിനെ അഫക്റ്റ് ചെയ്യും. ബാങ്ക് വിചാരിക്കുന്നത് നീ ഫൈനാൻഷ്യലി അൺസ്റ്റേബിൾ ആണെന്നാണ്. അങ്ങനെ അൺസ്റ്റേബിൾ ആയിട്ടുള്ള ആൾക്ക് ബാങ്ക് ലോണും കൊടുക്കില്ല. ചേട്ടാ അത് ഈ ബാങ്ക് അല്ല, വേറെ ബാങ്കിലെ ക്രെഡിറ്റ് കാർഡാണ്. ഈ സിബിൽ സ്കോർ എന്ന് പറയുന്നത് പാൻ ബേസ്ഡ് സ്കോറാണ്. അപ്പോൾ നീ ഏത് ബാങ്കിന്റെ ലോൺ എടുത്താലും ഇത് ലിങ്ക് ആവുമ്പോൾ നിന്റെ പാൻ നമ്പറിലേക്കായിരിക്കും. ആ സ്കോർ കൂട്ടാൻ ഇനി വല്ല വഴിയണ്ട? അതിന് നീ ടീച്ചർ പ്രോ പേജ് ഫോളോ ചെയ്തോ. അടുത്ത വീഡിയോയിൽ സിബിൽ സ്കോർ എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കവർ ചെയ്യാം.